എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സെഗ്മെന്റുകളെ പരിചയപ്പെട്ടാലോ? ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ. മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് കളിമുറ്റം. നാലാമത്തെ സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. അഞ്ചാമത്തെ സെഗ്മെന്റ് ആണ് ഉണ്ണിക്കഥകൾ. ആറാമത്തെ സെഗ്മെന്റ് ആണ് നിറക്കൂട്ട്. ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാഠം. കൂട്ടുകാരെ, ഈ അവധിക്കാലത്ത് തക്കാളി എങ്ങനെ കൃഷി ചെയ്യുന്നെന്ന് നമുക്കൊന്ന് പഠിച്ചാലോ? എങ്കിൽ നമുക്ക് പോയിട്ട് വന്നാലോ? കൃഷിപ്പാഠം. കൂട്ടുകാരെ, ചെടിച്ചട്ടികളിലോ കൂടുകളിലോ എളുപ്പത്തിൽ നടാവുന്നൊരു പച്ചക്കറിയാണ് തക്കാളി. ഉഷ്ണകാല സസ്യമായ തക്കാളി വരണ്ട പ്രദേശങ്ങളിലാണ് സമൃദ്ധമായി വളരുന്നത്. എങ്കിലും എവിടെയും തക്കാളി ചെടികൾ വളരും. ബാക്ടീരിയ വാട്ടം ചെറുക്കാൻ കഴിവുള്ള തക്കാളി ഇനങ്ങളാണ് ശക്തി, മുക്തി, അനഘ, മനുലക്ഷ്മി, വെള്ളായണി വിജയ് എന്നീ ഇനങ്ങൾ. കൂടിനകത്ത് മണ്ണും ജൈവവളങ്ങളും കൂട്ടിക്കലർത്തി നടിയിൽ മിശ്രിതം ആദ്യം ഉണ്ടാക്കിയെടുക്കാം. ഇനി നേരിട്ടാണ് നടുന്നതെങ്കിൽ മണ്ണ് കിളച്ച് ജൈവവളമിട്ട് ഒരുക്കിയെടുക്കണം. അടുത്ത പടിയായി മിശ്രിതത്തിൽ വിത്തിടാം. ദിവസേനയുള്ള നനയ്ക്കൽ കൂട്ടുകാർ ഇനി മറക്കരുത്. ഒരു മാസം പ്രായമായ ചെടികളെ ഇനി പറിച്ചു മാറ്റി നടാം. കൂടിനകത്ത് തന്നെയാണ് വെക്കുന്നതെങ്കിൽ ആരോഗ്യമില്ലാത്ത ചെടികൾ പിഴുതുകളയണം. ഇനി ചെടികൾക്കിടയിലായി കരിയിലകളോ വൈക്കോലോ വെക്കാം. ചെടി വളർന്നു വരുമ്പോൾ കമ്പുകൾ കൊണ്ട് ആവശ്യമായി താങ്ങു കൊടുക്കണം. എങ്കിലേ നല്ല കായ്ഫലമുണ്ടാകൂ. ബാക്ടീരിയ വാട്ടം തക്കാളി ചെടികളിൽ കണ്ടാൽ ചെടികൾ വേരോടെ പിഴുതെടുത്ത് നശിപ്പിച്ചു കളയണം. കായ്കൾ ഉണ്ടായി തുടങ്ങിയാൽ പച്ചയ്ക്കോ പഴുപ്പിച്ചോ നമുക്ക് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കാം. കിളിക്കൂടിന്റെ കൂട്ടുകാരിനി വീട്ടുമുറ്റത്ത് തക്കാളി കൃഷി ചെയ്യുമല്ലോ. കൂട്ടുകാരെല്ലാവരും തക്കാളി എങ്ങനെ കൃഷി ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? ഇനി ഈ അവധിക്കാലത്ത് നിങ്ങൾ വീട്ടുമുറ്റത്ത് തക്കാളി തൈകൾ നട്ടുപിടിപ്പിക്കണേ. അടുത്ത സെഗ്മെന്റ് ആണ് എന്റെ കഥ. കൂട്ടുകാരെ, ഇന്ന് എന്റെ കഥയിൽ ആരായിരിക്കും കഥ പറയാൻ വരുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? എന്റെ കഥ. കൂട്ടുകാരെ, എന്റെ പേര് ടിബറ്റൻ കൊക്ക്. ഇംഗ്ലീഷിൽ ബ്ലാക്ക് നെക്കഡ് ക്രെയിൻ എന്ന എന്റെ പേര്. ഭാരതത്തിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പക്ഷിയാട്ടോ ഈ ഞാൻ. മാത്രമല്ല എന്റെ പേരിൽ ഭൂട്ടാനിൽ ഒരു ഫെസ്റ്റിവൽ കൂടിയുണ്ട് കൂട്ടുകാരെ.
നിങ്ങൾക്കിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തരാം. ഇംഗ്ലീഷ് പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്റെ കഴുത്തിന്റെ നിറം കറുപ്പാട്ടോ. കറുപ്പും ചാരനിറം കലർന്ന വെളുത്ത നിറവും നിറഞ്ഞതാണ് എന്റെ തൂവലുകൾ. കാലിന്റെ നിറവും കറുത്ത നിറത്തിൽ തന്നെയാ. ചിറകിന്റെ തൂവലുകളുടെ കുറച്ചു ഭാഗവും വാലിലുള്ള തൂവലുകളും കറുത്ത നിറത്തിലാ. നീണ്ട കൊക്കിന്റെ നിറം എന്നാൽ വെളുപ്പാ. കണ്ണിന്റെ മുകൾ ഭാഗത്തായി തലയുടെ മുൻഭാഗത്ത് ചുമന്ന നിറത്തിലുള്ള കുറച്ച് തൂവലുകളും കണ്ണിന്റെ പിറകിലായി കുറച്ച് വെളുത്ത തൂവലുകളും ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടെ നീളം ഏകദേശം 139 സെന്റിമീറ്റർ മുതൽ 235 സെന്റിമീറ്റർ വരെയാട്ടോ. ചിറക് വിടർത്തുമ്പോഴാകട്ടെ അത് ഏകദേശം 2.5 മീറ്ററോളം വരും. ഞങ്ങളുടെ തൂക്കം 5.5 കിലോയോളം വരും കൂട്ടുകാരെ. പെൺപക്ഷിയും ആൺപക്ഷിയും തമ്മിൽ ആകൃതിയിലും മറ്റും കാര്യമായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാട്ടോ. ചൈനയിലും ഭൂട്ടാനിലുമായി തണുപ്പുകാലം ചിലവഴിക്കുന്ന ഞങ്ങൾ കൂടുതൽ സമയവും തീറ്റ തേടിയുള്ള യാത്രയിലായിരിക്കും. തീറ്റ തേടി വളരെ ദൂരം നടക്കാനൊന്നും ഞങ്ങൾക്ക് ഒരു മടിയുമില്ല. അതിരാവിലെയും ഉച്ച കഴിഞ്ഞുള്ള സമയത്തുമായിരിക്കും ഞങ്ങൾ കൂടുതൽ ഭക്ഷണം കഴിക്കാറുള്ളത്. ചെടികളുടെ വേരും കിഴങ്ങും കൊഴിഞ്ഞു വീണ ധാന്യങ്ങളും മണ്ണിരയും കീടങ്ങളും തവളകളും മറ്റു ചെറിയ ജീവികളുമൊക്കെയാ ഞങ്ങളുടെ ഭക്ഷണം. എന്നാ ചിലപ്പോഴാകട്ടെ മണ്ണിനടിയിൽ നിന്ന് ഉരുളക്കിഴങ്ങുകളും ക്യാരറ്റുകളും ഒക്കെ കണ്ടെടുത്ത് തിന്നാനും ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ലാട്ടോ. ഞങ്ങൾ ടിബറ്റൻ കൊക്കുകൾ എപ്പോഴും ഒരു കൂട്ടമായാണ് സഞ്ചരിക്കാറുള്ളത്. ചിലപ്പോഴൊക്കെ ആ യാത്ര കിലോമീറ്ററോളം ആകാറുണ്ട്. മനുഷ്യരെ പോലെ തന്നെ ദീർഘകാല ഇണകളാണ് ഞങ്ങൾക്കുമുള്ളത്. പ്രജനന കാലത്ത് ഞങ്ങൾ ഇണകളും ഒന്നിച്ച് നൃത്തം ചെയ്യാറുണ്ട്. എപ്പോഴും കൂടുണ്ടാക്കുന്നത് ചുള്ളിക്കമ്പുകൾ ഉപയോഗിച്ച് നിലത്ത് പുല്ലിന്റെ മുകളിലായിരിക്കും. പെൺപക്ഷി മുട്ടയിടുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. സാധാരണഗതിയിൽ 1-2 മുട്ടകളായിരിക്കും പെൺപക്ഷി ഇടുന്നത്. അത് പറക്കാറാകുമ്പോഴേക്കും പെൺപക്ഷിയും ആൺപക്ഷിയും അടുത്ത സ്ഥലത്തേക്ക് കൂടുണ്ടാക്കാനായി യാത്ര തിരിക്കും. എങ്കിൽ കൂട്ടുകാരിനി എന്റെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ. കൂട്ടുകാർക്ക് എല്ലാവർക്കും ടിബറ്റൻ കൊക്കിന്റെ കഥ ഇഷ്ടായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് കളിമുറ്റം.
കൂട്ടുകാരെ, ഇന്ന് മരിയ നമ്മ എന്ത് ക്രാഫ്റ്റ് ആയിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കളിമുറ്റം. കൂട്ടുകാരെ, നമ്മൾ സാധാരണ വെള്ളമൊക്കെ കുടിച്ചു കഴിയുമ്പോ അതിന്റെ കുപ്പി വലിച്ചെറിയുകയല്ലേ ചെയ്യാറ്? അത് നമ്മുടെ പരിസ്ഥിതിക്ക് എന്ത് ദോഷം ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് ഈ വലിച്ചെറിയുന്ന കുപ്പികൾ വെച്ച് എങ്ങനെ റീയൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഈ പ്ലാസ്റ്റിക് കുപ്പി വെച്ച് നമുക്കൊരു പൂച്ചട്ടി ഉണ്ടാക്കിയാലോ? എന്നാൽ അതിനാവശ്യമായുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് കുപ്പി, കയറ്, നൈഫ്, മണ്ണ്, നടാനുള്ള ചെടി, ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എങ്കിൽ നമുക്ക് ആദ്യം തന്നെ പ്ലാസ്റ്റിക് കുപ്പി എടുത്തിട്ട് ഇതിന്റെ സൈഡിലായിട്ട് 2 തുളയിടാം. ഇതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്ക് തുളയിടാം. നിങ്ങൾക്ക് ഇങ്ങനെ തുളയിടാൻ പ്രയാസമാണെങ്കിൽ നിങ്ങളുടെ ചേച്ചിയുടെയോ ചേട്ടന്റെയോ മാതാപിതാക്കളുടെയോ സഹായം ചോദിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് കുപ്പിയുടെ നടുഭാഗം കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത തുളയിലൂടെ കുപ്പിക്കുള്ളിലേക്ക് കയറി വെക്കാം. ദൂരി പോവാതിരിക്കാൻ നമുക്ക് കെട്ടിടാം. കണ്ടില്ലേ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് ഞാൻ ഈ പൂച്ചട്ടി ഉണ്ടാക്കിയെന്ന്. ഈ അവധിക്കാലത്ത് നിങ്ങൾ എന്തായാലും വേസ്റ്റ് ആക്കി കളയുന്ന കുപ്പിയിൽ വെച്ചിട്ട് ഈ പൂച്ചട്ടി ഉണ്ടാക്കി നിങ്ങളുടെ ഗാർഡൻ എന്തായാലും അലങ്കരിക്കണം കേട്ടോ. കൂട്ടുകാരെ, നിങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് കുപ്പികൾ പാഴാക്കി കളയരുതുമില്ല, സ്വന്തവുമില്ല. സുന്ദരിയോട് അവൻ മറക്കൊന്നും പറയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും ഒരു വിളംബരം. ഡും ഡും ഡും, രാജാവിന്റെ പെരുന്നാൾ. ചിന്മന്തേനിച്ച് പറഞ്ഞു, ഇത് കേട്ടു സുന്ദരി, രാജാവിന്റെ പെരുന്നാൾ ആഘോഷത്തിന് നമുക്കും പോയാലോ? സുന്ദരി ചിത്രശലഭം പുച്ഛത്തോടെ പറഞ്ഞു, നീ എന്ത് സമ്മാനമാണ് നൽകാൻ പോകുന്നത്? ഞാനൊരു നല്ല സമ്മാനമായി പോകുന്നുണ്ട്. സുന്ദരി ചിത്രശലഭം ആലോചിച്ചു, ഞാൻ രാജാവിന് എന്താ സമ്മാനമായി നൽകുക? എന്റെ ഭംഗിയുള്ള ചിറകൾ കൊടുത്താലോ? പക്ഷേ ഈ ചിറകൾ എങ്ങനെയാ ഒന്ന് മുറിക്കുക? ചിന്നനല്ലേ ചെന്ന് കാണാം. അങ്ങനെ അവർ ചിന്നന്റെ അടുക്കലേ എത്തി. ചിന്ന നിന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് എന്റെ ചിറകൾ ഒന്നും മുറിച്ചു തരുമോ? ചിന്നനെല്ലി പറഞ്ഞു, അയ്യോ, നിന്റെ ഭംഗിയുള്ള ചിറകൾ മുറിക്കാനോ? ഇത് മുറിച്ചാൽ നിന്നെ കാണാനോ ഒരു ഭംഗിയും ഉണ്ടാവില്ല. സാരമില്ല, നീ ഒന്ന് മുറിച്ചു തരുമുണ്ടോ? സുന്ദരിയുടെ വാശി കാരണം ചിണ്ടൻ ചിറകൾ മുറിച്ചു കൊടുത്തു. പെരുന്നാൾ ചിഹ്നം വന്നെത്തി. സുന്ദരി ചിത്രശലഭം വലിയ ഗംഭീര തന്റെ ചിറകളുമായി രാജാവിന്റെ അടുക്കലെത്തി. ചിന്നം തേനീച്ച വന്നു. എന്താണ് സമ്മാനമായി നൽകിയത്? താൻ ശേഖരിച്ച ഒരു കുപ്പിത്തെ. രാജാവ് ചിറകൾ വന്നിച്ച് പറഞ്ഞു, ഹായ്, എന്തൊരു ഭംഗിയ ചിറകൾ കാണാൻ. പക്ഷേ ഈ ചിറകൾ കൊണ്ട് നാം എന്തു ചെയ്യാനാ? പറക്കുന്നവർക്കല്ലേ ഈ ചിറകൾ കൊണ്ട് ആവശ്യം. എന്നിട്ട് ചിന്മം തേനീച്ച കൊണ്ട് തേൻ രാജാവ് രുചിച്ചു നോക്കി. ഹായ്, ഇത്രയും സ്വാദുള്ള തേൻ ഞാൻ കുടിച്ചിട്ടേയില്ല. ചിന്മൻ, എത്ര നല്ല സമ്മാനം നൽകിയ നിനക്കാണ് നാം പായദോഷം നൽകുന്നു. സുന്ദരി ചിത്രശലഭം നാണിച്ചു തല താഴ്ത്തി. കൂട്ടരെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അഹങ്കാരം ആപത്താണ് അല്ലേ? അതെ, അഹങ്കാരം ആപത്താണ് കൂട്ടരെ. അഹങ്കരിക്കരുതേ, ഒരു നാളും എളിമയുള്ള മനസ്സിൽ ഈശ്വരൻ വന്ന് കുടികൊള്ളും. ഫെനി എന്ന കുട്ടിയുടെ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നല്ല മെസ്സേജുള്ള കഥയായിരുന്നില്ലേ അവളുടേത്? എങ്കിൽ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ഇത് ആരായിരിക്കും നമ്മെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നല്ല ശീലങ്ങൾ. കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത്. എന്താണെന്നോ? നിങ്ങൾ സാധാരണയായി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലല്ലോ. എങ്കിലിനി അങ്ങനെ പോരാട്ടോ. ദിവസവും 4 നേരം നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, 4 മണിക്ക് കാപ്പി, രാത്രി അത്താഴം എന്നിങ്ങനെയല്ലേ നമ്മുടെ ഒരു ദിവസത്തെ ഭക്ഷണം കഴിക്കൽ? അപ്പോ ഇനി മുതൽ കിളിക്കൂടിന്റെ കൊച്ചു കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഏതു നേരം ഭക്ഷണം കഴിച്ചാലും അതിനു മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണം. ഇനി എന്താണ് നമ്മളപ്പോ പ്രാർത്ഥിക്കേണ്ടത്? നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാനായി തന്ന ദൈവത്തിന്
നന്ദി പറഞ്ഞു വേണം ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ എന്റെ കൂട്ടുകാർക്ക്? അപ്പോ നിങ്ങളിനി ഞാൻ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കില്ലേ? അപ്പോ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ കൂട്ടുകാരെ. കുറുക്കച്ചൻ പറഞ്ഞത് കൂട്ടുകാരെല്ലാവരും കേട്ടല്ലോ. നിങ്ങളിനി കുറുക്കച്ചൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമുക്കിനി കിങ്ങിണിക്കാട്ടിലേക്ക് പോയിട്ട് വന്നാലോ? കൂട്ടുകാരെ, ഇന്ന് സിംഹരാജൻ ആരുടെ ചിത്രമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? നിറക്കൂട്ട്. ഹായ് ഫ്രണ്ട്സ്. ഹായ്. ഇന്ന് നമ്മുടെ കിങ്ങിണിക്കാട്ടിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ചിത്രം കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു കൊച്ചുമിടുക്കൻ വരച്ച ചിത്രമാണ്. ആരാ സിംഹരാജൻ ആ കൊച്ചുമിടുക്കൻ? തിരക്കുകൂട്ടല്ലേ? ശരി സിംഹരാജൻ. ഓസ്റ്റിൻ ടോമിയാണ് കിങ്ങിണിക്കാട്ടിലെ ഇന്നത്തെ താരം. ഹലോ ഓസ്റ്റിൻ. ഓസ്റ്റിന്റെ വീട് എവിടെയാ സിംഹരാജൻ? ഹൊസബട്ട് എന്ന സ്ഥലത്തിനടുത്തുള്ള മഞ്ചേശ്വരം എന്ന കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ ഓസ്റ്റിൻ ടോമിയുടെ വീട്. അപ്പോ കേരളത്തിന്റെ വടക്കേ അറ്റത്താണല്ലേ ഓസ്റ്റിന്റെ വീട്? അതേ കൂട്ടരെ. ആട്ടെ, ഓസ്റ്റിൻ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന ഈ ചിത്രത്തിൽ എന്തൊക്കെ കാണാൻ കൂട്ടരെ? ഒരു വീട്, 2 കുട്ടികൾ, ഒരു മരം, പഴങ്ങൾ, താറാവ്, പൂക്കൾ, ചെടികൾ, മേഘങ്ങൾ, തടാകം, ആകാശം, പക്ഷികൾ, പന്ത്, ചിരിക്കുന്ന സൂര്യൻ. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഓസ്റ്റിൻ ഈ ചിത്രം വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് പറഞ്ഞേ. പച്ച, ബ്രൗൺ, റോസ്, വയലറ്റ്, ചുമപ്പ്, നീല, മഞ്ഞ, ഓറഞ്ച്, ഒലീവ് ഗ്രീൻ കളർ, ചാരനിറം, മജന്ത, കറുപ്പ്. ശരിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ നിറങ്ങൾ ഉപയോഗിച്ചാണ് ഓസ്റ്റിൻ ടോമി ഈ ചിത്രം വരച്ചിരിക്കുന്നത്. ഓസ്റ്റിന്റെ ഈ ചിത്രത്തിലെ കുട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതെന്താ കൂട്ടരെ? അത് ശരിയാണല്ലോ. ലൈൻസ് ഉപയോഗിച്ച ഓസ്റ്റിൻ കുട്ടികളെ വരച്ചിരിക്കുന്നത്. കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഫ്രണ്ട്സ്, നിങ്ങൾക്കും ഓസ്റ്റിനെ പോലെ പടങ്ങൾ വരച്ച് കിളിക്കൂടിന് അയച്ചു തരാം. അങ്ങനെ അയച്ചു തരുന്നവരിൽ നിന്നും കിളിക്കൂട്ടിലെ കിങ്ങിണിക്കാട്ടിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന പടം വരച്ച കുട്ടിക്ക് ഞങ്ങളുടെ വകയായി ഒരുപാട് സമ്മാനങ്ങളുമുണ്ട്. അപ്പോ വേഗം തന്നെ പേപ്പറും പെൻസിലും എടുത്ത് വരയ്ക്കാൻ തുടങ്ങിക്കോ കൂട്ടരെ. കൂട്ടുകാർക്കും ഇതുപോലെ പടങ്ങൾ വരയ്ക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും കിളിക്കൂടിന് അയച്ചു തരാം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അതിനാണ് ഞങ്ങളുടെ അഡ്രസ്: ദ പ്രൊഡ്യൂസർ, കിളിക്കൂട്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, പിൻ 680309, ഫോൺ 8606460033, kilikkud@gmail.com. കൂട്ടുകാരെ, അടുത്ത ആഴ്ച മദേഴ്സ് ഡേ അല്ലേ? അപ്പൊ നിങ്ങൾ അമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണേ. അടുത്ത ആഴ്ച മദേഴ്സ് ഡേ സ്പെഷ്യൽ എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.